ഞാൻ ഈ സമീപ ദിവസങ്ങളിലാണ് വാസ്തുഹാര എന്നുള്ള സിനിമ കാണുന്നത്. അപ്പോൾ ഞാൻ ആലോചിക്കുകയാണ്, ഇത്രയും ഒരു അണ്ടർ റേറ്റഡ് സിനിമ, ഈ സിനിമ എന്തുകൊണ്ട് ഇത്രയും ആഘോഷിക്കപ്പെടാതെ പോയി? മോഹൻലാലിൻ്റെ പെർഫോമൻസ് എന്ന് വെച്ചാണല്ലോ അതിഗംഭീരം. ഏത് പ്രായത്തിലാണ്? തീരെ ചെറിയ മോഹൻലാലിന് 20കളിലും 30കളുടെ ആ പ്രായത്തിൽ അദ്ദേഹം ചെയ്തിട്ടുള്ള ഈ പിൻഗാമിയൊക്കെ ചെയ്യുന്നത് ചെറിയ പ്രായത്തിലാണ്. നമുക്ക് ആലോചിക്കാൻ കഴിയാത്ത പ്രായത്തിലാണ് വലിയ റോളുകൾ ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ അദ്ദേഹം ഭയങ്കര സീരിയസ് ആയിട്ടുള്ള ഭയങ്കര ആഴമുള്ളൊരു കഥാപാത്രമാണ് വാസ്തുഹാരയിൽ ചെയ്യുന്നത്. അദ്ദേഹം ഒരു റെഫ്യൂജി ഓഫീസറാണ്. അപ്പം അന്ന് സ്വാതന്ത്ര്യാനന്തരം മനുഷ്യർക്കുണ്ടായിട്ടുള്ള വലിയ ദുരിതങ്ങളുടെ ഒരു കടൽ അവിടെ പോയിട്ട് അന്നത്തെ ബംഗ്ലാദേശിൻ്റെ ഭാഗമായ സ്ഥലത്തു നിന്ന് ആളുകളെ ആൻഡമാനിലേക്ക് കൊണ്ടുപോകാൻ തിരഞ്ഞെടുക്കാൻ നിയോഗിക്കപ്പെട്ട ഒരു ഓഫീസറാണ്. അപ്പോൾ അവരുടെ ജീവിത പ്രയാസങ്ങൾ, സംഘർഷങ്ങൾ, അതിനെ ഒരു മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ പ്രതികരണമായി മുഖത്ത് കൊണ്ടുവരിക എന്നുള്ള ചെറിയ കാര്യമാണ്. ആ സിനിമയുടെ മൊത്തം ഭാവങ്ങളെ, അതിൻ്റെ ദൈന്യതയെ മുഴുവൻ മോഹൻലാൽ എപ്പോഴും അദ്ദേഹത്തിൻ്റെ മുഖത്ത് കൊണ്ടുവരുന്നു. ഒരു വേളയിൽ അദ്ദേഹത്തിൻ്റെ മുമ്പിൽ വന്ന് ദയനീയമായി അദ്ദേഹത്തോട് സഹായം ചോദിക്കുന്ന ഒരു കൽക്കട്ടക്കാരിയായിട്ടുള്ള ബംഗാളി സ്ത്രീ മലയാളിയായ അദ്ദേഹത്തിൻ്റെ അമ്മാവൻ്റെ ഭാര്യയാണ് എന്ന് അദ്ദേഹം ഒരു മൊമെൻറ്റിൽ തിരിച്ചറിയാണ്. അപ്പോൾ ഉള്ളൊരു ഷോട്ടുണ്ട്, അദ്ദേഹത്തിൻ്റെ മുഖം മാത്രമേ അതിൽ കാണിക്കത്തുള്ളൂ. കൽക്കട്ടയുടെ തെരുവും മോഹൻലാലിൻ്റെ ക്ലോസ് ഷോട്ടും മാത്രം. അതായത് അദ്ദേഹത്തിന് ഉണ്ടാകുന്ന ഒരു ഷോക്കിനെ അയാൾ എങ്ങനെയാണ് റിഫ്ലക്റ്റ് ചെയ്യുന്ന മുഖത്തുനിന്ന് കാണുന്നു. അരവിന്ദൻ്റെ അവസാന സിനിമയാണ്. ആ സിനിമ അതിഗംഭീര സിനിമയാണ്. അതിൽ മോഹൻലാലിനെ പോലുള്ള അന്നത്തെ ഭയങ്കരമായ സോപ്പിയൻ മസാല ക്യാരക്ടറുകൾ ചെയ്ത് നടക്കുന്ന മോഹൻലാലിനെ കൊണ്ട് ഈ സിനിമ ഏൽപ്പിക്കുകയാണ്. സോ മോഹൻലാൽ സംശയത്തോടെയായിരുന്നു അക്കാലത്ത് ഈ ആർട്ട് സിനിമ എന്നുള്ളതായിരുന്നു. മോഹൻലാലിനെ അരവിന്ദനെ അഭിനയിപ്പിക്കുകയോ ഭയങ്കര പ്രശ്നമായിരുന്നു ഈ നിരൂപകർക്കൊക്കെ. അവസാനം സിനിമ കാണുമ്പോഴാണ് നമ്മൾ അരവിന്ദൻ ആരാണ്, മോഹൻലാൽ ആരാണെന്നൊക്കെ തിരിച്ചറിയാനുണ്ട്. ഇതിന് കൂടുതൽ ഈ തമാശ പറയുകയാണെങ്കിൽ എന്ന് വെച്ചാൽ തിക്കുറിശിയുടെ കൂടെ ഭയങ്കര രസകരമായ അനുഭവം തമാശ പറയുന്ന കൂട്ടത്തിലാണല്ലോ മോഹൻലാൽ. മിഥുന സിനിമയിൽ പ്രിയദർശനം കണ്ട് പറഞ്ഞതാണ്, മിഥുന സിനിമയിൽ തിക്കുറിശിയുടെ കാലിൽ വീണ് പൊട്ടിക്കരയുന്ന സീനുണ്ട്. ഷൂട്ട് ചെയ്യുന്ന സമയത്ത് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഷോട്ട് കണ്ടിന്യൂ ചെയ്യാണ്. ഇവർ രണ്ടാളും നമ്മൾ അതിനിടയിൽ തമാശ പറഞ്ഞുകൊണ്ടിരിക്കുക, ഷോട്ട് പുറകിൽ നിന്ന് കരഞ്ഞു. അതൊക്കെ നോക്കുകയാണെങ്കിൽ മലയാളത്തെ സംബന്ധിച്ച് മലയാളത്തിൻ്റെ ഏറ്റവും വലിയ ലക്കാണ്, നമ്മുടെ തലമുറയുടെ ഏറ്റവും മികച്ച അനുഭവങ്ങളിലൊന്നാണ് മോഹൻലാൽ. അപ്പോൾ അദ്ദേഹത്തിന് ഇനിയും അദ്ദേഹത്തിൻ്റെ സിനിമകൾ ഉണ്ടാക്കുന്ന പണത്തെക്കുറിച്ചല്ല ഞാൻ പറഞ്ഞത്, നല്ല സിനിമകളുടെ ഭാഗമാകാനും പുതിയ പുതിയ സിനിമകൾ തരാൻ കഴിയട്ടെ. അദ്ദേഹം വളരെ ഹെൽത്തി ആൻഡ് എനർജറ്റിക് ആയിട്ടുള്ള ഒരു സമയമാണ്. കൂടുതൽ എനിക്ക് ഓർമ്മയുണ്ട്, അവസാനത്തെ ഞാൻ അദ്ദേഹത്തോട് അദ്ദേഹത്തിൻ്റെ 60ാം ജന്മദിനത്തോ മറ്റുമാണ്. അപ്പോൾ നമ്മൾ മോർണിംഗ് ഷോയിൽ ലൈവ് എടുക്കുമ്പോൾ ഞാൻ അദ്ദേഹത്തെ ചോദിച്ചു, ഇത്രയും കാലം എത്രയോ സിനിമകൾ ചെയ്തു, എത്രയോ ക്യാരക്ടറുകൾ ചെയ്തു, മലയാളി ഇത്രയും കൊണ്ടാടി, അപ്പോൾ കിട്ടാനുള്ളതൊക്കെ കിട്ടിയെന്ന് തോന്നുന്നുണ്ടോന്ന്. അപ്പോൾ ഒരു ആത്മാവിന് അങ്ങനെയുണ്ടോ മോനെ എന്നാണ് ചോദിച്ചത്. അപ്പോൾ അങ്ങനെയില്ല, ഒരു പൂർണ്ണതയില്ല, ഇനി ഒരുപാട് കാര്യം ചെയ്യണം. അപ്പോൾ ഇനി ഒരുപാട് കാര്യങ്ങൾ ചെയ്യട്ടെ എന്ന് ഞാൻ പറയാം.